DMKയും MK സ്റ്റാലിനെയും വിമർശിച്ച് TVK അധ്യക്ഷൻ വിജയ്. പ്രചാരണ യോഗങ്ങളിൽ ആളെ കുറയ്ക്കാൻ DMK ശ്രമിക്കുന്നു. അഴിമതി മാത്രം ചെയ്യുന്ന DMK വീണ്ടും അധികാരത്തിലെത്തുമെന്ന് പറയുന്നു. TVKയെ തടയാൻ DMKയും ADMKയും തമ്മിൽ രഹസ്യധാരണയുണ്ടെന്നും വിജയ് പറഞ്ഞു. അഴിമതി മാത്രം ചെയ്യുന്ന DMK വീണ്ടും അധികാരത്തിലെത്തുമെന്ന് പറയുന്നു. പ്രഗത്ഭനായ കരുണാനിധിക്ക് പോലും അതിന് സാധിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ MK സ്റ്റാലിനെ കൊണ്ട് സാധിക്കുമെന്ന് വിജയ് ചോദിച്ചു. TVKയെ തടയാൻ പരമാവധി കുറ്റം പറഞ്ഞ് അണ്ണാ DMKയും അതിനായി ശ്രമിക്കുന്നു. പ്രചാരണ യോഗങ്ങളിൽ ആളെ കുറയ്ക്കാൻ SOP പ്രഖ്യാപിച്ച് DMK ശ്രമിക്കുന്നുവെന്ന് വിജയ് ആരോപിച്ചു. രണ്ടു പാർട്ടികൾ മാത്രം തമിഴ്നാട് ഭരിച്ചാൽ മതിയെന്നാണ് ഇവരുടെ തീരുമാനം. 2026 തിരഞ്ഞെടുപ്പിൽ ഇത് മാറുമെന്ന് വിജയ് പറഞ്ഞു. കർഷകരെയും മത്സ്യത്തൊഴിലാളികളെയും എല്ലാം DMK മറന്നു. എന്നാൽ TVK അവർക്കൊപ്പമാണ്. അധികാരത്തിലെത്തിയാൽ കർഷകർക്ക് മാന്യമായി ജീവിക്കാനുള്ള സാഹചര്യം TVK സർക്കാർ ഒരുക്കും. 5 ഏക്കർ വരെ ഭൂമിയുള്ളവരുടെ ബാങ്ക് വായ്പ എഴുതിത്തള്ളും. 10 ഏക്കർ വരെ ഭൂമിയുള്ളവരുടെ വായ്പയിൽ 50% എഴുതിത്തള്ളും. 2 ഏക്കർ വരെ ഭൂമിയുള്ള കർഷകരുടെ മക്കളുടെ പഠനച്ചെലവ് ഏറ്റെടുക്കുമെന്നും വിജയ് പ്രഖ്യാപിച്ചു.